അപ്പോൾ കൂലി റിലീസായിട്ട് പടത്തിന് മൊത്തത്തിൽ ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെയാണ് വന്നതെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പടത്തിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക, ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നടന്നത് ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ പേരിലാണ്. ഒരുപാട് ഫാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് വർത്തിയുള്ള ഒരു ഡയറക്ടറിന് ഇതുപോലൊരു ഹെയ്റ്റ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും കാരണം കാണുമല്ലോ, അല്ലെങ്കിൽ ആ പടത്തിന് എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പോൾ കൂലിക്ക് മെയിൻലി എന്താണ് പറ്റിയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പോൾ പുതിയ കുറേ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൈദി 2 വരാൻ വേണ്ടി ഇനിയും വൈകും, കാരണം പുള്ളി വേറൊരു പടം ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് കമൽ ഹാസനെ രജനിയൊക്കെ വെച്ചിട്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ കൂലിയുടെ കാര്യം നോക്കുവാണെങ്കിൽ പടം ഇറങ്ങിയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പടത്തിന് നല്ല രീതിക്ക് തന്നെ ആവറേജ് റെസ്പോൺസ് ആണ് മൊത്തത്തിൽ വന്നത്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യ എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഡേക്ക് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 80% ഓഫ് ആൾക്കാർ ഒരു ആവറേജ് റെസ്പോൺസ് ആണ് പറഞ്ഞത്. ബട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഒക്കെ തൊട്ടായപ്പോഴത്തേനും ഓൾമോസ്റ്റ് പടത്തിന് നല്ല അത്യാവശ്യം റിവ്യൂസ് പിന്നെ കയറാൻ വേണ്ടി തുടങ്ങി. പലരും അതിന് പറയുന്നത് പടത്തിന് ഹൈപ്പ് കാരണമാണ് ഫസ്റ്റ് ഡേ കണ്ടവർക്കൊന്നും പടം ഇത്ര വലിയ സംഭവമായിട്ട് തോന്നാഞ്ഞെന്നാണ്. അതവിടെ നിൽക്കട്ടെ, ഹൈപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. അതിന് മുമ്പ് നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ വന്നേക്കുന്ന ലോകേഷ് കനകരാജ് പടങ്ങളിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് പുള്ളിയുടെ ഒരു പടത്തിന് ഒരു ഫുള്ളി ആവറേജ് റെസ്പോൺസ് വരുന്നത്. ഒരു പടത്തിന് ഇങ്ങനെ ഒരു ആവറേജ് റെസ്പോൺസ് വന്നപ്പോഴത്തേന് പല ആൾക്കാർ ലോകേഷിനെ ഒരു ഓവർ റേറ്റഡ് ഡയറക്ടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് പറയുന്നതൊക്കെ കേട്ട്. ബട്ട് ലിറ്ററലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ലോകേഷ് കനകരാജ് ഓവർ റേറ്റഡ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ഏതൊരു പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ പുള്ളിയുടെ തന്നെ പടം കണ്ട് കൈയടിച്ച ആൾക്കാരും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പടത്തിന്റെ അപ്ഡേറ്റ് വരുമ്പോഴത്തേന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും, നേരെ മറിച്ച് ഇപ്പോൾ യൂട്യൂബിലോട്ട് വരുവാണെങ്കിൽ പുള്ളിയെ വെച്ച് തന്നെ കുറേ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് പുള്ളി ഓവർ റേറ്റഡ് എന്ന് പറയുന്നത്. ലിറ്ററലി മാത്രം ഇപ്പൊ അല്ലെങ്കിൽ ആൾക്കാർ ആളെ ഓവർ റേറ്റഡ് എന്ന് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു റീസൺ വേണം. പിന്നെ ആൾക്കാർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിക്ക് ഭയങ്കര ഹൈപ്പിൽ വന്നു, ഹൈപ്പിൽ പടം മീറ്റ് ആയിട്ടില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം കൊണ്ട് ഒരിക്കലും ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടർ ഓവർ റേറ്റഡ് ആകത്തില്ല. കാരണം ആളെടുത്ത് വെച്ചേക്കുന്ന പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ട് അതിൽ. പടം ഭയങ്കര സംഭവമാണ്, ഇതിലും വലിയ പടമില്ലതൊന്നും അല്ല ഞാൻ പറയുന്നത്. പടം സ്റ്റിൽ ആവറേജ് ആണ്, എനിക്കും പടം ആവറേജ് തന്നെ ആയിട്ടാണ് തോന്നുന്നത്. ബട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ട് അത്. ഇനി പടത്തിന് എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ പടത്തിന്റെ റൈറ്റിംഗ് നല്ല വീക്കാണ്. പടത്തിന്റെ റൈറ്റിംഗ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വന്നേക്കുന്ന ലോകേഷ് പടങ്ങളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ഉള്ള പടം. ബട്ട് ആള് പറഞ്ഞ ആൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് എഴുതിയ കഥ ഇതാണെന്നൊക്കെയാണ്. ബട്ട് ഇതിൽ എന്താണ് പുള്ളി ഇത്ര ടൈം എടുത്ത് എഴുതിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. കാരണം ഇതുവരെ വന്നേക്കുന്ന ലോകേഷ് പടങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ പടത്തിൽ അത്യാവശ്യം ലോജിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോജിക്ക് എന്ന് പറയുന്നത് അത് ലോകേഷിന്റെ ഒരു വേൾഡാണ്. അവിടെ ആ സിനിമയ്ക്കുള്ളിൽ ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, റിയൽ ലൈഫ് ലോജിക് അല്ല. ബട്ട് ഈ ഒരു പടം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു രീതിയിലോ കാര്യങ്ങളോ ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ. അതുപോലെ തന്നെ പടത്തിൽ ഒരുപാട് ലൂപ്പ് ഹോളാണ്. അതായത് പടത്തിന്റെ ഓരോ സീൻ ബൈ സീൻ എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പടത്തിലെ മെയിൻ വില്ലൻ ആയിട്ടുള്ള നമ്മുടെ സൈമൺ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിയുടെ അച്ഛനെ കൊന്നയാളാണ് രജനീകാന്ത്. അതായത് സ്വന്തം കൺമുൻപിൽ വെച്ചിട്ട് അച്ഛനെ കൊന്നയാൾ, സ്വന്തം അച്ഛനെ കൊന്നയാളെ നേരിട്ട് കണ്ടാൽ മനസ്സിലാവാത്ത വില്ലൻ. ഇതാണ് ഈ പടത്തിന്റെ കുഴപ്പം. ഇതുപോലെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. മിസ്റ്റേക്സ് എല്ലാം കൂടെ തപ്പിപ്പറക്കി വാരി വലിച്ചിടാൻ വേണ്ടി താല്പര്യമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. അതുപോലെ പടത്തിന്റെ മേക്കിംഗ് സത്യം പറഞ്ഞാൽ പടം എടുത്ത് വെച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലോക്ക് എടുത്താന്ന് പറയത്തില്ല. ഒരു എക്സാമ്പിൾ നോക്കുവാണ്, ഒരു സീനുണ്ട് നമ്മുടെ രജനീകാന്ത് നമ്മുടെ ശ്രുതി ഹാസനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്നത്, അതായത് ശ്രുതി ഹാസന്റെ അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കുന്ന ഒരു സീൻ. ആ ഒരു സീനിൽ രജനീകാന്ത് ഫോൺ എടുത്തിട്ട് ആ ഫോൺ ഇട്ട് തോണ്ടുന്ന ഒരു സാധനം കാണും. ഇതൊരു ലോകേഷ് കനകരാജ് എടുത്ത പടത്തിൽ അങ്ങനെയൊക്കെ തോണ്ടുവോ? അതെനിക്കറിയാത്ത. ഒരു റീടേക്ക് എടുത്തിട്ട് മര്യാദയ്ക്ക് ഇങ്ങനല്ല സാർ ഇത് അതുപോലെ ചെയ്യേണ്ടതെന്ന് പറയാത്ത ആളാണ് ലോകേഷ് കനകരാജ്. സത്യം പറഞ്ഞാൽ പടം ആളുടെ കയ്യിൽ നിന്ന് പോയി, വേറൊന്നും അല്ല കാര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പടം ആവറേജ് ആയത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, പടം പുള്ളിയുടെ ആണെന്ന് തോന്നത്തില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ പടം കാണാൻ പോകുന്നവരെല്ലാവരും അതേ നോക്കത്തുള്ളൂ. ലോകേഷ് കനകരാജിന്റെ പടം എന്ന് പറയുമ്പോഴത്തേന് ആ സ്റ്റാൻഡേർഡ് അതിന്റെ ഒരു പകുതിയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യണം. ഇത് അതിന്റെ പകുതി പോലും വന്നിട്ടില്ല ഈ കൂലി. എന്റെ ഒരു ഒപ്പീനിയനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കുഴപ്പം. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ആ ബ്രാൻഡിന്റെ കുഴപ്പമാണ് സത്യം പറഞ്ഞ പടം ആവറേജ് ആയത്. കാരണം പുള്ളി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് പടം മീറ്റ് ചെയ്തിട്ടില്ല. അതാണ് സത്യം പറഞ്ഞ കാര്യം. പക്ഷേ ഈ പടത്തിന്റെ ഡയറക്ടർ ലോകേഷിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ പടം ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉറപ്പായിട്ട് നേടിയെടുത്തേനെ. ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിൽ പറയണം. അതുപോലെ കുറെ ആൾക്കാർ വന്നിട്ട് ഓരോ ആൾക്കാർ ഓരോന്നൊക്കെ പോയി പറയുന്നതാണ് ഈ ഡീകോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ, അതുപോലെ ഈ ഫാൻ തിയറീസിനൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡീകോഡിങ്ങും അതുപോലെ ഈ ഫാൻ തിയറീസ് എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് നടക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചാൻസ് ഇല്ല. കാരണം ഈ ഫാൻ തിയറീസ് പറയുന്നു അതുപോലെ ഈ ഡീകോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒന്നും ഒരിക്കലും അത് പോയിട്ട് മറ്റേ ലോകേഷിനോട് ചോദിച്ചിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അവരിതൊക്കെ കണ്ടിട്ട് അവർക്ക് തോന്നുന്ന ഓരോ സംഭവങ്ങളാണ് വന്ന് പറയുന്നത്. ശരിയാണ്, പലപ്പോഴും ഈ ഡീകോഡ് ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഈ ഫാൻ തിയറീസ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ പലപ്പോഴും അത് നടന്നിട്ടുണ്ട്. ബട്ട് ഒരിക്കലും അത് എപ്പോഴും നടക്കുന്ന ഒരു സാധനം അല്ല. ഇതൊക്കെ എന്ന ആൾക്കാർ മനസ്സിലാക്കുന്നതെന്നുള്ള കാര്യമാണ് അറിയാത്തത്. പല ആൾക്കാരും വിചാരം ഈ ഡീകോഡിങ് എന്നൊക്കെ പറയുന്നത് അതേപോലെ വന്ന
സംഭവിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പല ആൾക്കാർ ഈ ഡീകോഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പോയിട്ട് തെറിയും പറയും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഈ ഡീകോഡിങ് സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം വന്നാൽ ഉറപ്പായിട്ടും ആൾക്കാർ അതെടുത്ത് ഡീകോഡ് ചെയ്യും. അതിനൊരു ജസ്റ്റ് ഒരു ഡീകോഡിങ് ആയിട്ട് കാണുക, എന്നിട്ട് പോയി പടം കാണുക. പടത്തിൽ അങ്ങനെ ഡീകോഡ് ചെയ്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് അത് കണക്ട് ആവും. അല്ലാതെ നിങ്ങളത് ആ ഇന്ന ഡീകോഡിൽ കണ്ട സാധനം അതേപോലെ വരണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഡീകോഡിങ്ങും ഹൈപ്പും കാരണമാണ് പടം ആവറേജ് ആയതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൈപ്പൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഈ പടത്തിന്റെ ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ ഡയറക്ടർ ലോകേഷ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നത് എന്തുവാടേ. അപ്പൊ ഇനി അടുത്ത കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ LCUലുള്ള പടമായിട്ടുള്ള കൈതി 2 ഇനി വരാനും വൈകുമെന്നാണ് ഇപ്പോൾ മെയിൻലി അറിയാൻ പറ്റുന്നത്. ആദ്യം ലോകേഷ് വന്നിട്ട് പറഞ്ഞത് പുള്ളി ഇമീഡിയറ്റ്ലി, അതായത് നമ്മുടെ കൂലിക്ക് ശേഷം പുള്ളി ഇമീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന പടം കൈതി 2 ആണെന്നാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇത് വിശ്വസിക്കുകയും ചെയ്ത് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ബട്ട് ഇപ്പൊ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂലിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലോകേഷിന് കിട്ടിയത് ഒരു സാലറി എന്ന് പറയുന്ന ഒരു വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ആൾ അതുപോലെ ഒരു എമൗണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനോട് കൈതി 2ന്റെ കാര്യത്തിന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെയൊക്കെ തുടർന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഇനിയും നീണ്ടു പോകുമെന്നൊക്കെ. ഇത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൈതി 2 നീണ്ടു പോകുന്നുള്ള കാര്യം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേറെ കുറെ പുതിയ റൂമേഴ്സും കൂടെ വരുന്നുണ്ട്. ഇപ്പം അതായത് നമ്മുടെ കമൽഹാസനെ രജനീകാന്തിനെയും കൂടെ വെച്ചിട്ട് ഒരു പടം ലോകേഷ് ചെയ്യാൻ പോകാന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്ട് ആൾക്ക് ഒത്തിരി പണ്ട് തൊട്ടേ ആളുടെ മൈൻഡിലുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ ടൈമിലും അതിന് മുമ്പൊക്കെ ആളുടെ മൈൻഡിലുള്ള സാധനമാണെന്നുള്ളത്. ഇങ്ങനൊരു പടം ആൾ ചെയ്യുന്നുള്ള കാര്യം കൺഫേം ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കൈതി 2 ഇനി നീളും. അതായത് LCU ഇനി നീളും. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ആളുടെ ഒരു ഇഷ്ടപ്രകാരം ആയിരിക്കും ആൾ ഇങ്ങനെ ചെയ്യുന്ന. ആളുടെ ഒരു വലിയ ഡ്രീം ആയിരിക്കും ഇവരെ രണ്ടുപേരും വെച്ചിട്ടുള്ള ഒരു പടം ചെയ്യാന്നുള്ളത്. എങ്കിൽ പോലും ആൾക്ക് അറ്റ്ലീസ്റ്റ് ആ കൈതി 2 എങ്കിലും ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. ഇനിയിപ്പോൾ വന്ന് ലാസ്റ്റ് നമ്മുടെ വടച്ചെന്നൈ 2 എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിമാരം നടക്കുന്ന പോലെ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്കും. അപ്പോൾ ശരി, ഓക്കെ, ബൈ.